ഗുഡ് മോർണിംഗ് സർ. സർ പാമിസ്റ്റർ ചൊല്ലട്ടുമാ? വേണ്ട. സാറും മലയാളിയാണ്? അത് ശരി. എനിക്ക് തോന്നുന്നു എവിടാ സ്വദേശം? പാലക്കാട്. ആ, മലയാളികളെ എവിടെ വെച്ച് കണ്ടാലും എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡാണിത്. മുഖലക്ഷണം കണ്ട് പറഞ്ഞാണ്. ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ് സാർ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? പൈസയ്ക്ക് വേണ്ടിയല്ല സാർ ഞാൻ ഹസ്തരേഖ പറയുന്നത്. ഹസ്തരേഖാ ശാസ്ത്രം ഞങ്ങളുടെ കുടുംബത്തിന് പരമ്പരാഗതമായി കിട്ടിയ ഒരു സിദ്ധിയാണ്. സാറ് ശൂരനാട് ശങ്കരപ്പിള്ളയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്റെ മുത്തച്ഛനാണ്. എടപ്പള്ളി ചങ്ങമ്പുഴയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പ്ലീസ് ഒന്ന് നിർത്തൂ. ഒരുപാട് പണമിടപാടുകൾ നടത്തുന്ന കൈയാണല്ലോ ഇത്. എക്സ്പോർട്ടർ ആണല്ലേ? എന്താ നക്ഷത്രം? രേവതി. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തേ. ശനിയുടെ അപഹാരം മൂർധന്യമായിരിക്കുന്നു. പക്ഷെ ഇപ്പോൾ ശനി മാറി വ്യാഴത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വ്യാഴം 12-ലെത്താൻ ഇനി 2 മാസം കൂടി പിടിക്കും. മരണം മരണേഹ ദോഹേ. ഈ അടുത്ത കാലത്ത് കുടുംബത്തിലൊരു മരണം നടന്നായി കാണുന്നല്ലോ. അകന്ന ബന്ധുവല്ല, രക്തബന്ധം. മരിച്ചത് സാറിന്റെ മകളല്ലേ? 18 വയസ്സ് പ്രായം. തെറ്റാണെങ്കിൽ പറയണം. അല്ല, ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ സാറേ? നിങ്ങൾ ഇപ്പൊ പറഞ്ഞ എല്ലാ അക്ഷരം പ്രതി ശരിയാണ്. ഞങ്ങളുടെ മകൾ. സാർ, ഞാൻ ഒരിക്കലും ഭാവി പറയാറില്ല, ഭൂതമേ പറയൂ. ഭാവി ആർക്കും പ്രവചിക്കാമല്ലോ. ഭാവി പ്രവചിക്കുന്ന ഹസ്തരേഖാ ശാസ്ത്രജ്ഞനെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടണമെന്നില്ലല്ലോ. ഞാൻ വരട്ടെ. അയ്യോ, ഈ കൈനോട്ടം ഞങ്ങൾക്ക് കുടുംബപരമായി കിട്ടിയൊരു സിദ്ധിയാണ്. പ്രൊഫഷണലി ഐ എം എ ഗൈഡ്. നിങ്ങൾക്ക് സ്ഥലങ്ങളൊക്കെ കാണണമെങ്കിൽ ഐ വിൽ ടേക്ക് യു. സോറി, ഞങ്ങൾ അത്തരത്തിലുള്ള മാനസികാവസ്ഥ. സോറി സാർ, ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്സ്. നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. எப்படி இருக்கு நம்ம பார்ட்டி? ரொம்ப ரொம்ப താങ്ക്സ് சாமி. ഇന്നേക്ക് ഞാൻ കണി കണ്ടവനെ നാളെയും കാണണേ. ഗുഡ് മോർണിംഗ് ഹോട്ടൽ ജയ്. ആ, മേനോ സാറോ? അവൻ അത്രയ്ക്ക് വലിയ ഡിമാൻഡ് ആണെങ്കിൽ നമുക്ക് വേറെ എസ്റ്റേറ്റ് പാക്കലാം. ഇവിടെ 1-2 ബ്രോക്കേഴ്സ് വന്നിട്ടുണ്ട്, തെരിഞ്ഞവർത്താൻ. നാളെ ഞാൻ അന്വേഷിച്ച് പറയാം. ഞാൻ വരാം സാർ. ഇങ്ങ ഒരേ ബിസി. ഓഫ് കോഴ്സ് പറയാം. ആരാ സ്വാമി എസ്റ്റേറ്റ് വാങ്ങാൻ പോകുന്നത്? அது வந்து எந்த ஒரு பார்ட்டியா? கொச்சியில பெரிய பிசினஸ் மேன். இந்த ஆளுதான் நம்ம கணேச சாரோட பெங்களா வாங்கி இருக்கு. ஃபேமிலியோட தான் வந்திருக்கு. അവർക്ക് വല്ല ഗൈഡിന്റെ ആവശ്യം വരും. മേനോ സാർക്ക് ഇങ്ങ എല്ലാ ഇടവും തെരിയും. മുട്ടട്ടെ സ്വാമി. മുട്ടിക്കോ? അന വിഴുവെന്ന് തോന്നുന്നില്ല. അതൊക്കെ ഞാൻ വീഴ്ത്തിക്കോളാം. ഒന്നും ഏറ്റില്ലേ നമ്മുടെ അവസാന തടവെടുക്കും. ഹസ്തരേഖാ ശാസ്ത്രം. വരട്ടുമാ? டேய், என்ன ஏமாட்ட பாக்குறியா? கமிஷன் கொடுறா. ஒன்லி 30 ரூபாய். இது ரொம்ப கம்மி. அது போதும். ரைடப்பா. What do you want? Nothing. Who are you? അത് ഞാൻ ഓഹോ, മലയാളിയാണല്ലേ? എന്താ കാര്യം? ഞാൻ ഐ ആം എ ഗൈഡ്. ഇവിടെ ഒരു ഗൈഡിനെ വേണ്ട, ഇവിടെ ഗൈഡിനൊന്നും ആവശ്യമില്ല. താങ്ക്സ്. ആരാ അത്? സാർ, അയ്യോ വണക്കം സാർ. സാർ, ഞാനൊരു ഗൈഡാണ്. നിങ്ങൾ മലയാളികളാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. സാർ, ഇവിടെ കാണാൻ ധാരാളം മനോഹരമായ സ്ഥലങ്ങളുണ്ട് സാർ. ബ്യൂട്ടിഫുൾ പ്ലേസസ്. ഇവിടെ സിറ്റി വിട്ട് 20 കിലോമീറ്റർ അകലെ പോയി കഴിഞ്ഞാൽ മനോഹരമായ വാട്ടർഫോൾസ് ഉണ്ട്. അത് ഇവിടുത്തെ മറ്റേ ഗൈഡ്സിന് ഒന്നും അറിയില്ല. ഐ ആം ആൻ എഫിഷ്യന്റ് ഗൈഡ് സാർ. ഇവിടെ ധാരാളം അൺഓതറൈസ്ഡ് ഗൈഡുകളുണ്ട്. അവന്മാരോട് പോയിട്ട് അവർ പറ്റിക്കും. നമ്മൾ മലയാളികളായതുകൊണ്ട് പറഞ്ഞാണ്. നിങ്ങളുടെ ശ്വാസം വിടാനുള്ള സംസാരത്തിൽ നിന്ന് തന്നെ ഒരു എഫിഷ്യന്റ് ഗൈഡിന്റെ എല്ലാ ക്വാളിറ്റീസിനെ കൊണ്ടെന്ന് മനസ്സിലായി. ബട്ട് ഐ എം സോറി, എനിക്കൊരു ഗൈഡിനെ ആവശ്യമില്ല. അയ്യോ സാർ, ഗൈഡില്ലാതെങ്കിലും പോരുത്. ഇവിടെ നിറയെ കള്ളന്മാരുള്ള സ്ഥലമാണ്. ഏയ്, നിങ്ങളോടല്ലേ പറഞ്ഞത് വേണ്ടെന്ന്? എന്താ ചെവി കേട്ടൂടെ? പാവം, ചെവി പദവാന്ന് തോന്നുന്നു. താൻ പൊയ്ക്കോളൂ. അല്ല സാർ, ഒരു മിനിറ്റ് സാർ. ഞാൻ ഹോട്ടൽ ജയിലെ സ്വാമി പറഞ്ഞയച്ചിട്ട് വന്നാ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തുതരാൻ അയാൾ പറഞ്ഞു. അതെയോ? എന്നാ പിന്നെ നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ?
അല്ല സാർ, റെക്കമെൻഡേഷൻ ഇഷ്ടപ്പെടുന്നവരും അല്ലാത്തവരും കാണും. സാറിനെ കണ്ടപ്പം റെക്കമെൻഡേഷൻ ഇഷ്ടപ്പെടാത്ത കൂട്ടത്തിലുള്ള ഒരാളാണെന്ന് എനിക്ക് മിടുക്കനാണല്ലോ എല്ലാരും പറയുന്നത്. എന്താ പേര്? രാജു. പത്മം എന്ത് പറയാ, നീളും കൂടെ വരട്ടല്ലേ? ആ കേറിക്കോളൂ. താങ്ക് യു സാർ. ആദ്യം ഭഗവാനിൽ നിന്ന് തന്നെ തുടങ്ങാല്ലേ സാർ? ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. ഇതാണ് അരുമശയെക്കുറിച്ച് ആണ്ടവർ ക്ഷേത്രം. ഇവിടുത്തെ ഫേമസ് ടെമ്പിൾസിൽ ഒന്നാണ്. ഇപ്പൊ പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിന് അരുമശയെക്കുറിച്ച് എന്ന് പേര് കിട്ടാനുള്ള കാരണം എന്താണെന്ന് അറിയോ സാർ? ഇതിന് ചുറ്റും കുറിഞ്ചി പൂക്കളാണ്. ഈ ചെടികൾക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ 12 വർഷത്തിൽ ഒരിക്കലും ഇത് പൂക്കും. ഇത് പൂത്ത് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് പൂക്കളായിരിക്കും. ഇനി എന്നാണോ കുറിഞ്ചി പൂക്കുന്നത്? ഒരു 4 years, 4 വർഷം കാണും. മല്ലിപ്പൂ, പിച്ചിപ്പൂ, കനകാംബരം. അമ്മ பூ வேணுமாமா? பூ நல்ல வாசனை மல்லி. புது பூமா? വേണ്ട. அம்மா நீங்களாவது வாங்குங்க. വേണ്ട കുട്ടി. அண்ணா கொஞ்சம் பூ வாங்க சொல்லுங்களேன். അമ്മച്ചി, ഇതെന്താ തങ്കച്ചിയാ? സ്വന്തം അനിയത്തിയാണോ? സ്വന്തമാണോന്ന് ചോദിച്ചാല് കൂടെ പിറക്കാത്ത തങ്കച്ചി. ഇവളുടെ അമ്മ മരിച്ചുപോയി. അച്ഛൻ തളർവാദം പിടിച്ച് കിടക്ക. ഇവളാ കുടുംബം നോക്കുന്നത്. കുറച്ച് പൂ വാങ്ങിച്ചോ. எத்தனை முழம்? സാറേ, 2. എന്നാ നിങ്ങൾ എല്ലാരും കൂടെ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് വന്നില്ല. ഞാൻ ഇവിടെ നിൽക്കാം. എന്നാ സൗഖ്യമാ? നല്ല സൂടാ ടീ പോട്. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സ്വാമി, ഞാൻ പറഞ്ഞില്ലേ മേനോ സാറിനെ അടിച്ച് കുപ്പിയിൽ ഇറക്കുമെന്ന്. അവർക്കിപ്പോ എന്നെ വലിയ കാര്യമാണ്. ആ പെങ്കൊച്ച് അതൊരു വിളഞ്ഞ സാധനമാണ്. ഞാൻ സ്വാമിയോട് ഒരു ചിന്ന തപ്പ് പണിയാച്ച്. ആനാ എന്റെ വിടൽസ് ഒന്നും ഏക്കാതെ വന്നപ്പോ ഞാൻ സ്വാമി പറഞ്ഞയച്ചിട്ട് വന്നാന്ന് പറയേണ്ടി വന്നു. എടാ അയോഗ്യ പയലെ, നീ മാനത്തെ കപ്പലെത്തിട്ട് മன்னிക്കണം സ്വാമി. பரவாயில்ல. நான் அனுப்பின ஆளுன்னு சொன்னா மேனோ சார் தட்டிக்கல மாட்டேன். இப்ப புரிஞ்சுதா என் விலை என்ன, நிலை என்ன, என் வெயிட் என்ன? നല്ല വെയിറ്റ് സ്വാമി, നല്ല വെയിറ്റ്. മതി മതി, കമ്മീഷൻ കൊടു, കമ്മീഷൻ കൊടു. ആളുകൾ ഇരിക്കും സ്വാമി, ഒരു അലന്ന പട്ടന്മാരെ പോലെ. അത് മതി സ്വാമി. എനക്കൊരു പുതു യോസന. എന്നടേ? നമ്മുടെ മേനോ സാറിന്റെ അടുത്ത് എന്റെ ഹസ്തരേഖാ ശാസ്ത്രം ഒന്ന് കാച്ചു നോക്കിയാലോ? ട്രൈ പണി പാര്. ആനാ എൻ മാനത്തെ കെടുത്ത കൂടാ. മാനം പോയത്താ സ്വാമി മടിയിലെ പണം വരും. അശങ്കി പശാരെ. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞല്ലേ സ്വാമി. എന്റെ പാമിസ്ട്രിയിൽ മേനോ സാറിന് താല്പര്യം തോന്നിയാൽ 1 മാസത്തെ ചെലവ് തള്ളി നീക്കാം. എല്ലാം ചൊല്ലി കൊടുക്കറേ. ആനാ കമ്മീഷൻ 50-50. ഓക്കെ ഓക്കെ. ഈ ഹസ്തരേഖാശാസ്ത്രം, അതായത് കൈനോട്ടം, വെറും തട്ടിപ്പ് വിദ്യയാണെന്നും കൈരേഖകൾ ഉണ്ടാവുന്നത് കൈ നിവരുകയും മടങ്ങുകയും ചെയ്യുക കൊണ്ടാണെന്നും വാദിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഇവരുടെ ഇത്തരം വാദഗതിയും പ്രചരണവും ഈ ശാസ്ത്രത്തെ പറ്റിയുള്ള നഗ്നമായ അജ്ഞത നിമിത്തമാണെന്ന് കവിഞ്ഞ് എനിക്കൊന്നും പറയാനില്ല. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തേ. പങ്ക്ച്വാലിറ്റി, സിൻസിയാരിറ്റി, മൊറാലിറ്റി എന്ന എല്ലാ ഗുണങ്ങളും ഉള്ള ഒരു വ്യക്തിയാണ് മേനോൻ സാർ. രസികൻ, ദയാശീലൻ, സഹൃദയൻ. സർവോപരി അമ്മച്ചിയുടെയും സാറിന്റെയും നക്ഷത്രം ഒന്നായതുകൊണ്ടാണ് നിങ്ങളുടെ ദാമ്പത്യം ഇത്ര സുഖകരമായി മുന്നോട്ട് പോകുന്നത്. ലോല ഹൃദയമാണ് അമ്മച്ചിയുടേത്. എല്ലാവർക്കും സ്നേഹം വാരിക്കോരി കൊടുക്കുന്ന കൂട്ടത്തിലാണ്. അമ്മച്ചിയുടെ ഹൃദയത്തിന്റെ നന്മയാണ് സാറിന്റെ വിജയം. ആ കൈ നീട്ടിക്കേ, ഇട്ടിക്കേ. ചൊവ്വാമണ്ഡലങ്ങളുടെ നിൽപ്പ് ജാതകത്തിൽ ചൊവ്വയുടെ ഗുണകരമായ നിലനിൽപ്പിനെ കാണിക്കുന്നു. ഇതിന്മേലുള്ള ദുഷ്ടചിഹ്നങ്ങൾ അതിന്റെ വിപരീതാവസ്ഥയും വെളിപ്പെടുത്തുന്നു. ഞാനൊരു കാര്യം തുറന്നു പറയുന്നതുകൊണ്ട് അമ്മച്ചിക്ക് വിഷമമൊന്നും തോന്നില്ലല്ലോ? ഇല്ല. അമ്മച്ചിയുടെ ഹൃദയത്തിനുള്ളിൽ ഒരു മുറിവുണ്ട്. അതായത് അമ്മച്ചി ഒരു ഹൃദ്രോഗിയാണ്. അമ്മച്ചിയുടെ മനസന്തോഷത്തിന് വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ മേനോ സാറിന് ചെറിയൊരു ബിസിനസ് പർപ്പസ് കൂടി ഉണ്ട്. ശരിയാണോ? കറക്റ്റ്, യു ആർ എക്സലന്റ്. ഞാൻ പല അസ്ട്രോളജിസ്റ്റിനെയും കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും കൃത്യമായിട്ട് ആരും പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നതായിട്ട് പേടിക്കണ്ട. 100 ആയുസ് അമ്മച്ചിക്ക്. ആ കഴിഞ്ഞിരിക്കും. പിന്നെ സന്താന ഭാഗ്യം.
ഈ രേഖ സന്താനങ്ങളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ്. ഒരേ ഒരു മകൾ മാത്രമേ ഉള്ളൂ. എന്താ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ? ഇവിടെ തന്റെ ശാസ്ത്രം പൊളിഞ്ഞു പോയി അല്ലേ പത്മം? നിമ്മിയെ കണ്ടിട്ടാവും താൻ ഒരു മകളെ ഉള്ളൂ എന്ന് പറഞ്ഞത്. നിമ്മി പത്മാവതിയുടെ മരിച്ചുപോയ സഹോദരന്റെ മകളാ. ഈ സന്താന ഭാഗ്യത്തെ കുറിച്ച് ഭാഗികമായി മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നാണ് ശാസ്ത്രം. എടോ, എനിക്കൊരു മകനേ ഉള്ളൂ, വിനോദ്.